സഹനാവവതു സഹനൗ ഭുനക്തു സഹ വീര്യം കരവാവഹൈ തേജസ്വിനാവധീതമസ്തു മാ വിദ്വിഷാവഹൈ. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം. ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം. ഓം സമസ്തജന കല്യാണേ നിരതം കരുണാമയം നമാമി ചിന്മയം ദേവം സദ്ഗുരും ബ്രഹ്മവിദ്വരം. മൂകം കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരിം യത്കൃപാതമഹം വന്ദേ പരമാനന്ദമാധവം. പരമാനന്ദമാധവം. ഓം വാർധായ പ്രതിബോധിതാം ഭഗവതാ നാരായണേന സ്വയം വ്യാസേന ഗ്രഥിതാം പുരാണമുനിനാ മധ്യേ മഹാഭാരതം. അദ്വൈതാമൃതവർഷിണീം ഭഗവതീം അഷ്ടാദശാധ്യായിനീം അംബ ത്വാമനുസന്തതാമി ഭഗവദ്ഗീതേ ഭവദ്വേഷിണീം. ഹരി ഓം. നമ്മൾ കണ്ടുകൊണ്ടിരുന്നത് ഭഗവത്ഗീതയിലെ വളരെ പ്രധാനപ്പെട്ട ഭാഗങ്ങളാണ്. അതിൽ തന്നെ ഇപ്പൊ കർമ്മയോഗത്തിലേക്കാണ് എത്തിയേക്കുന്നത്. അപ്പൊ എന്താ കർമ്മയോഗം? ഈശ്വരാർപ്പണ ബുദ്ധി, പ്രസാദ ബുദ്ധി എന്നെല്ലാം പറഞ്ഞ് നമുക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റുമെങ്കിലും കർമ്മയോഗം നമ്മുടെ ഉള്ളിൽ ചിത്തശുദ്ധി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് എന്നാണ്. എന്താ ചിത്തശുദ്ധി? മനസ്സിലെ അഴുക്കുകൾ ഇല്ലാതിരിക്കുക എന്നുള്ളതാണ്. മനസ്സിലെ അഴുക്കുകൾ ഇല്ലാതാക്കുക. എന്താ മനസ്സിലെ അഴുക്ക്? വാസനയാകാം. ആ വാസന എന്ന് പറയുന്നത് രാഗദ്വേഷങ്ങളായി മാറി നമ്മുടെ സ്വാർത്ഥതയായിട്ട് നമ്മൾ ഇന്ന് അനുഭവപ്പെടുന്നതൊക്കെ നമ്മുടെ മനസ്സിന്റെ അഴുക്കാണ്. മനസ്സിലായി? അപ്പം ഈ സ്വാർത്ഥത ഇല്ലാതെയാക്കാൻ ചെയ്യുന്നതായിട്ടുള്ള നിസ്വാർത്ഥമായിട്ടുള്ള കർമ്മത്തിനെയാണ്, അതിനെ കുറച്ചും കൂടെ പോളിഷ് ചെയ്യേണ്ടി വരും. അതിനെയാണ് എന്ത്? കർമ്മയോഗം എന്ന് പറയും. നമ്മളിത് പലതവണ കണ്ടു. ഇവിടെ ഈ ഒരു കോണ്ടെക്സ്റ്റിലേക്ക് എങ്ങനെ കർമ്മയോഗം കയറി വരിക? കയറി വരുന്നത് കൃത്യമായിട്ട് സാഖ്യത്തിനെ ഉപദേശിച്ചു. ആ സാഖ്യത്തിലേക്ക് ചേരാനുള്ള യോഗത്തിനെ പറ്റി ഭഗവാൻ 2ാം അധ്യായത്തിൽ പറഞ്ഞു. അതിൽ കൂടെ ഉയർന്ന ഒരു ജീവൻ മുക്തനെ പറ്റി, മുക്തപുരുഷനെ പറ്റി, ഒരു സ്ഥിതപ്രജ്ഞനെ പറ്റി സൂചിപ്പിച്ചപ്പോ അർജുനന് സംശയം ഉണ്ടായി. എങ്ങനെ സംശയം ഉണ്ടായി? അതായത് ഈ പറയുന്ന 2 യോഗങ്ങളെ പറ്റി അങ്ങ് പറഞ്ഞല്ലോ, ജ്ഞാനയോഗവും കർമ്മയോഗവും. അങ്ങനെയാണെങ്കിൽ ഞാൻ എന്തിനാണ് ഈ കർമ്മയോഗം ചെയ്യേണ്ടത് എന്ന് സംശയം ഉണ്ടായി. അപ്പൊ അതുകൊണ്ട് വീണ്ടും ഭഗവാൻ വേറൊരു രീതിയിൽ, നേരത്തെ 2ാം അധ്യായത്തിൽ സൂചിപ്പിച്ച കണക്കല്ലാതെ വേറൊരു രീതിയിൽ കർമ്മയോഗത്തിനെ പറ്റി അർജുനന് പറഞ്ഞു കൊടുക്കുന്നതാണ് 3ാം അധ്യായം. അപ്പം ഇവിടെ കർമ്മയോഗത്തിന്റെ ടെക്നിക്കാലിറ്റിയെ പറ്റിയൊന്നും ചിലപ്പോൾ പറയത്തില്ലായിരിക്കും. പക്ഷെ എന്തുകൊണ്ട് കർമ്മയോഗം ചെയ്യണം എന്നുള്ളത്, എന്ത് എന്നുള്ളതിന് വളരെ പ്രാധാന്യം ഇവിടെ നമ്മൾ നോക്കിയാൽ, വരികൾക്കിടയിൽ കൂടെ നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകും എന്നുള്ളത്. അപ്പം കർമ്മയോഗം ചെയ്യാൻ വേണ്ടിയിട്ട് അർജുനനെ ഇൻസ്പയർ ചെയ്യുകയായിരിക്കും ഇതിൻ്റെ അകത്ത്. കർമ്മയോഗം എന്താണ് എന്നുള്ളത് 2ാം അധ്യായത്തിൽ കൃത്യമായിട്ട് പറഞ്ഞുവെങ്കിൽ കർമ്മയോഗം എന്തുകൊണ്ട് ചെയ്യണം എന്നുള്ളതിന്, അല്ലെങ്കിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഇൻസ്പയർ ചെയ്യുകയാണ് 3ാം അധ്യായത്തിൽ നിന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. വേണമെങ്കിൽ ശരി. നമ്മൾ കണ്ടത് ഭഗവാൻ പറഞ്ഞു, ഞാൻ ഓൾറെഡി ഈ ചോദ്യം കേട്ടോന്നാ പറഞ്ഞു, ഞാൻ ഓൾറെഡി വണ്ടേ പറഞ്ഞിട്ടുണ്ട്. എന്ത് പറഞ്ഞിട്ടുണ്ട്? 2 തരം യോഗങ്ങളുണ്ട് എന്ന്. അതായത് എവിടെ പറഞ്ഞിട്ടുണ്ട്? ഒന്ന് സൃഷ്ടിയുടെ ആരംഭത്തിൽ പറഞ്ഞിട്ടുണ്ടായിരിക്കാം. ഇല്ലെങ്കിലോ സാഖ്യയോഗത്തിനെ പറ്റി 11ാമത്തെ ശ്ലോകം മുതൽ 30ാമത്തെ ശ്ലോകം വരെയും, പിന്നെ കർമ്മയോഗത്തിനെ പറ്റി ഒരു 38ാമത്തെ ശ്ലോകം വരെയൊക്കെ തുടങ്ങി പറഞ്ഞിട്ടുണ്ട്. അത് പറഞ്ഞിട്ടുണ്ട്. നീ മനസ്സിലാക്കില്ല. ആ സമയത്ത് നീ വിട്ടുപോയി. ആ സമയത്ത് ചിലപ്പോൾ ഉറങ്ങിപ്പോയി കാണും, അല്ലെങ്കിൽ ആ സമയത്ത് വേറെ എന്തെങ്കിലും ചിന്തിച്ച് കാണും എന്നെല്ലാം വിചാരിച്ചു. എന്നിട്ടോ അത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇനി നീ തെറ്റിദ്ധരിക്കാൻ പാടില്ലാത്ത കാര്യം, അവിടെ ഇവിടുന്ന് കേട്ടിട്ടുള്ള മറ്റേ അല്പജ്ഞാനം ഇതെന്ന് പറയത്തില്ലേ, എന്താണ് പ്രശ്നമാണെന്ന് പറയുന്നത് പോലെ, നീ ഇവിടുന്ന് കേട്ടിട്ടുള്ള ചില അറിവുകൾ വെച്ചിട്ട് നീ വിചാരിക്കാൻ പാടില്ല. എന്ത് വിചാരിക്കാൻ പാടില്ല?
ഈ കർമ്മയോഗം എന്ന് പറയുന്നത് അല്ലെങ്കിൽ മോക്ഷം എന്ന് പറയുന്നത് ഒരു പണി എടുക്കാതിരിക്കലാണെന്ന് ലിറ്ററലി എടുക്കരുത്. അതായത് നൈഷ്കർമ്മ്യം എന്ന് പറഞ്ഞൊരു വാക്കുണ്ട്. അതുകൊണ്ട് നീ ലിറ്ററലി എടുക്കാൻ പാടില്ല. എന്ത്? ഒന്നും ചെയ്യാതിരിക്കലാണ് മോക്ഷം എന്ന്. അങ്ങനെ ചെയ്യാതിരിക്കാൻ ഒരാൾക്കും ഒരു ക്ഷണനേരം പോലും പറ്റത്തില്ല. നീ ചെയ്തുകൊണ്ടിരിക്കുന്ന പണി ഉപേക്ഷിച്ചതുകൊണ്ടോ പുതിയ പണി ഏറ്റെടുക്കാത്തത് കൊണ്ടോ ഒരാൾക്ക് മോക്ഷം കിട്ടില്ല. തെറ്റിദ്ധരിക്കരുത്. അത് നൈഷ്കർമ്മ്യം എന്നുകൊണ്ട് എന്താ ശാസ്ത്രത്തിൽ ഉദ്ദേശിക്കുക? നൈഷ്കർമ്മ്യം എന്നുള്ളത് കൊണ്ട് ശാസ്ത്രത്തിൽ ഉദ്ദേശിക്കുന്നത് കർമ്മമില്ലാത്ത അവസ്ഥ എന്ന് പറഞ്ഞാൽ ആഗ്രഹമില്ലാത്ത അവസ്ഥ എന്ന് പറഞ്ഞാൽ മോഹമില്ലാത്ത അവസ്ഥ എന്നാണ് മനസ്സിലാക്കണം. അല്ല, നീ തെറ്റിദ്ധരിക്കാൻ പാടില്ല എന്ന് പറഞ്ഞു. അപ്പം അവിദ്യ, കാമകർമ്മം, ഈ അവിദ്യ ഇല്ലാത്ത അവസ്ഥ അത് കാമമില്ലാത്ത അവസ്ഥയിലേക്ക് എത്തിക്കും. കാമമില്ലാത്ത അവസ്ഥ എന്താണ്? എന്തിലേക്കാണ്? നൈഷ്കർമ്മ്യത്തിലേക്ക് എത്തിക്കും. അത് നീ മനസ്സിലാക്കും. എന്നിട്ട് ചില ആൾക്കാരുടെ ഇത് ഇങ്ങനെ ലിറ്ററലി തെറ്റിദ്ധരിച്ചിട്ട് അവരൊരു മണ്ടത്തരം കാണിക്കും. എന്താണ്? അവരവരുടെ ഇന്ദ്രിയങ്ങളെയൊക്കെ അടക്കിയിട്ട് അടക്കുന്ന കണക്ക് ശ്രമിച്ചിട്ട് അവരെന്ത് ചെയ്യും? അവരെവിടെങ്കിലും ഒക്കെ ഇരുന്ന് തപസ് ചെയ്യുന്ന കണക്കെല്ലാം കാണിച്ചുകൊണ്ടിരിക്കും. പക്ഷെ അവരുടെ മനസ്സ് ഈ ലോകത്തിൽ ഇടപെട്ടുകൊണ്ടിരിക്കും. അങ്ങനെയുള്ള ആൾക്കാരാരാണ്? അവര് മിഥ്യാചാരന്മാരാണ്. നീ അങ്ങനെ ആയി പോകരുത് എന്നുള്ള സൂചന കൊടുക്കും. എന്നിട്ടോ വേറെ ചില ആൾക്കാര് നമ്മൾ നോക്കുന്ന സമയത്ത് പുറത്ത് കൃത്യമായിട്ട് അവരവരുടെ ഇന്ദ്രിയങ്ങൾ കൊണ്ട് ഈ ലോകത്തിലുള്ള എല്ലാ കാര്യത്തിനെയും തൊട്ട് പോകുന്ന ആൾക്കാരായിരിക്കും. പക്ഷെ അവരുടെ മനസ്സ് കൃത്യമായി അവരുടെ മനസ്സിൽ ആ പിടി ഉണ്ടായിരിക്കും. അവർ ആ മനസ്സിനെ അടക്കിയിട്ട് കർമ്മയോഗം ചെയ്യുന്നവരായിരിക്കും. അങ്ങനെയുള്ള ആൾക്കാരാണ് നേരത്തെ സൂചിപ്പിച്ച ആൾക്കാരേക്കാൾ ഉയർന്നത് എന്ന് നീ ഓർത്തോണമെന്ന് പറഞ്ഞു. ഇവിടം വരെയാണ് നമ്മൾ കണ്ടത്. അപ്പൊ ഇവിടെ നമ്മളിത് ഗൃഹസ്ഥനെ പറ്റിയിട്ടാണ് എന്നെല്ലാം ഒരു സൂചന നൽകുകയും ചെയ്തു. കാര്യം ഗൃഹസ്ഥന്മാർ അങ്ങനെയാണ് എന്നുള്ളതെല്ലാം കണ്ടു. ശരി. എന്നിട്ടോ ഇനി അടുത്ത ഒരു 2 ശ്ലോകത്തില് ഭഗവാൻ എന്താണ് കർമ്മയോഗം എന്ന് ഒന്നുകൂടെ സൂചിപ്പിക്കും. അപ്പം ഇവിടെ ഇത് നേരത്തെ പറഞ്ഞതിന്, ഇത് 2ാം അധ്യായത്തിൽ പറഞ്ഞതിനൊരു ക്ലാരിറ്റി കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, എന്താ പറയുക? 8ാമത്തെ ശ്ലോകത്തിൽ പറയും, നിയതം ഗുരു കർമ്മത്വം കർമ്മജ്യായോഹ്യ കർമ്മണഃ ശരീരയാത്രാവിജതേ അപ്രസിദ്ധ്യേത കർമ്മണ. എന്താണ്? നീ വിധിക്കപ്പെട്ട കർമ്മം, നിയത കർമ്മം ചെയ്യൂന്നാണ്. ഇതാണ് കർമ്മയോഗത്തിന്റെ ഒരു പ്രധാനപ്പെട്ട പോയിന്റ്. എന്താണോ നിന്റെ വിധിക്കപ്പെട്ട കർമ്മം അത് നീ ചെയ്യും. അതായത് നീ നിന്റെ ഡ്യൂട്ടി ചെയ്യൂന്ന്. ഇതാണ് പോയിന്റ്. നമുക്ക് നമ്മുടെ ഡ്യൂട്ടി ഒഴിച്ച് ബാക്കി എല്ലാ കാര്യവും ചെയ്യാൻ ഭയങ്കര താല്പര്യമാണ്. ഇല്ല, കർമ്മയോഗത്തില് ഫസ്റ്റ് സാധനം എന്താണോ നിന്റെ ഡ്യൂട്ടി അത് ചെയ്യും. ഇത് ഡ്യൂട്ടിയിലേക്ക് നമ്മൾ പല ഇക്വേഷൻ വെട്ടി കൊണ്ടുവന്ന് ഇങ്ങനെ അവസാനം കൊണ്ടുവച്ചേക്കുന്നതാണ്. ഡ്യൂട്ടി ഇങ്ങനെ പറഞ്ഞ് നമ്മൾ അങ്ങനെ ആക്കി വെച്ചേക്കുന്നത്. സത്യത്തില് നിയതകർമ്മം എന്ന് പറഞ്ഞാൽ ടെക്നിക്കലി ഇവർ പറഞ്ഞാൽ നിത്യകർമ്മം, നൈമിത്യ കർമ്മം കൂടെ ചേർന്നിട്ടാണ് നിയതകർമ്മം. അതെന്ത് ഈ നിത്യകർമ്മം നൈമിത്യ കർമ്മമൊക്കെ? ആ നിത്യകർമ്മം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ദിവസവും അനുഷ്ഠിക്കേണ്ടതായിട്ടുള്ള അഗ്നിഹോത്രാദി കർമ്മങ്ങളുണ്ട് എന്നാണ്. നൈമിത്യ കർമ്മം എന്ന് പറഞ്ഞാൽ ചില പ്രത്യേക അവസരങ്ങളിൽ ചെയ്യേണ്ടതായിട്ടുള്ള ചില കർമ്മങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വരുമല്ലോ. ഓക്കെ, വിവാഹ ഇത്യാദി കാര്യങ്ങൾ, അങ്ങനെ പല കർമ്മങ്ങള് അതിനെയാണ് നൈമിത്യ കർമ്മം എന്ന് പറയാം. ഇനി ഇതല്ലാതെ വേറെ ചില കർമ്മങ്ങളുണ്ട്. കാമ്യകർമ്മം എന്ന് പറഞ്ഞാൽ ആഗ്രഹത്തോടു കൂടി ചെയ്യുന്ന കർമ്മങ്ങള്. പിന്നെന്തുവാ? നിഷിദ്ധ കർമ്മം, ചെയ്യാൻ പാടില്ലാത്ത കർമ്മങ്ങള്. ഇങ്ങനത്തെ നിഷിദ്ധ കർമ്മം എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ പിന്നെ അതിനു വേണ്ടിയിട്ടുള്ള പ്രായശ്ചിത്ത കർമ്മം. ഇങ്ങനെ പല രീതിയിൽ കർമ്മത്തിനെ തരംതിരിച്ചിട്ടുണ്ട് ആചാര്യന്മാര്. അതില് ഈ നിത്യകർമ്മത്തിനെയും നൈമിത്യ കർമ്മത്തിനെയും നമ്മൾ ഓരോരുത്തരും ചെയ്യേണ്ടതായിട്ടുള്ള ആ 2 കർമ്മത്തിനെയും കൂടെ ചേർത്തിട്ടാണ് നിയതകർമ്മം എന്ന് ടെക്നിക്കലി പറയാം. ഇവിടെ നിയതകർമ്മം ചെയ്യൂ എന്ന് പറയുന്ന സമയത്ത് നീ നിത്യകർമ്മവും നൈമിത്യ കർമ്മവും ചെയ്യൂ എന്നാണെന്ന് ആചാര്യന്മാർ ചിലപ്പോൾ വ്യാഖ്യാനിക്കും. പൂജ്യ ഗുരുദേവൻ സ്വാമി ചിന്മയാനന്ദജിയൊക്കെ പറയും, എന്താണോ നിന്റെ ഡ്യൂട്ടി അത് നീ ചെയ്യണം. അതാണ് നിത്യകർമ്മം. നൈമിത്യകർമ്മം കൂടെ ചേരുന്നത് എന്താ? നമ്മുടെ ഡ്യൂട്ടി എന്താണോ അതാണ്. അപ്പൊ കർമ്മയോഗത്തിലെ ഫസ്റ്റ് പോയിന്റ് എന്താണ്? നീ നിന്റെ ഡ്യൂട്ടി ചെയ്യണം. ഇനി വേറൊരു കാര്യം കൂടെ ഉണ്ട്. ഈ നിയതകർമ്മം എന്ന് പറഞ്ഞാൽ വേറൊരു അർത്ഥം കൂടെ ഉണ്ട്. എന്താണ് നിയതകർമ്മം എന്ന് പറഞ്ഞാൽ? എപ്പോഴും കർമ്മം ചെയ്യുന്ന. ഓക്കെ, എപ്പോഴും കർമ്മം ചെയ്യും. അതായത് അങ്ങനെ എപ്പോഴും എന്ത് കർമ്മം ചെയ്യണം? എപ്പോഴും നീ നിന്റെ കർമ്മം മാത്രം ചെയ്യണം. അതാണ് താല്പര്യം. അപ്പോ എപ്പോഴും ഞാൻ എൻ്റെ കർമ്മം തന്നെയാണ് ചെയ്യുന്നതെങ്കിലോ അപ്പൊ എനിക്ക് വേറെ ആൾക്കാരുടെ കർമ്മം ചെയ്യാൻ വേണ്ടിയിട്ട് സമയം കിട്ടുന്നില്ല.
അത് വേറെ ആൾക്കാരുടെ കർമ്മം ചെയ്യാതിരിക്കൂ എന്നുള്ള ഒരു സ്ട്രെസ്സും കൂടെയാണ് അത്. എന്നിട്ട് പറയും എന്താണ്, എപ്പോഴും നീ നിന്റെ കർമ്മം തന്നെ ചെയ്യൂ. അങ്ങനെ ചെയ്തില്ലെങ്കിൽ എന്തു പറ്റും? അങ്ങനെ ചെയ്തില്ലെങ്കിൽ ശരീരത്തിനെ സംരക്ഷണം പോലും നിനക്ക് സാധിക്കില്ല. എന്താണെന്നൊരു ഉദാഹരണം എടുത്തു കഴിഞ്ഞാൽ കൃത്യമായിട്ട് പറയാവേ. എന്താണ് എന്റെ ജോലി? എന്താണ്? സുധീർ ചൈതന്യ എന്ന് പറയുന്ന ബ്രഹ്മചാരിക്ക് ഇയാൾക്ക് പറഞ്ഞിരിക്കുന്ന ചില പണികളൊക്കെ ഉണ്ടല്ലോ. അതിൻ്റെ അകത്ത് ഒരു പണി സ്വാധ്യായവും വേറൊരു പണി പ്രവചനവുമാണ്. പഠിക്കുകയും പഠിപ്പിക്കുകയൊക്കെ എൻ്റെ കർമ്മത്തിന്റെ ഭാഗം. ഞാൻ ഈ കാര്യം ചെയ്യത്തില്ല എന്ന് വെച്ചോ. അതിനു പകരം ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് രാഷ്ട്രീയപരമായിട്ടുള്ള കാര്യങ്ങളിൽ ചർച്ചയും അതിൻ്റെ അകത്ത് അഭിപ്രായം പറയലും ആണ് എൻ്റെ പ്രധാന പണി എന്ന് വെച്ചു. ഇപ്പം നമ്മളങ്ങനെ ജീവിക്കുന്നത്, നമ്മൾ ഭിക്ഷയിലൊക്കെ തന്നെ ജീവിക്കുന്നത്. ആൾക്കാരെങ്കിലും എന്തെങ്കിലുമൊക്കെ തരും. ബ്രഹ്മചാരി എന്നുള്ള രീതിയിൽ നമ്മൾ ചിലപ്പോൾ സ്വാമി എന്നെല്ലാം ചിലപ്പോൾ വിളിച്ച് ബഹുമാനിച്ചൊക്കെ കളയും. പക്ഷെ അല്ലെങ്കിലോ ഈ ഒരു ബഹുമാനോ അല്ലെങ്കിൽ ഒരു സ്നേഹമോ, സമൂഹം എന്നെ നോക്കുന്നത്, എന്നെ വേണ്ട രീതിയിൽ എന്നെ സംരക്ഷിക്കുന്നത് എന്തുകൊണ്ടാണ്? ഞാൻ എൻ്റെ സ്വാധ്യായവും പ്രവചനവും ചെയ്യുന്നതുകൊണ്ടാണ്. നേരെ മറിച്ച് ഞാൻ ചെയ്യേണ്ട ഈ കർമ്മത്തിൽ നിന്ന് മാറി ഞാനിപ്പോ ഒരു ഗൃഹസ്ഥം ചെയ്യേണ്ട ജോലിയോ അതല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഞാനൊരു ചിട്ടി തുടങ്ങുകയാണ്. ചിട്ടി തുടങ്ങുന്നത് തെറ്റാണോ? തെറ്റല്ല. ഞാൻ ചെയ്താൽ അത് തെറ്റാ. മനസ്സിലായില്ലേ? അല്ലെങ്കിൽ ഈ പറഞ്ഞ രാഷ്ട്രീയ അഭിപ്രായം പറയുന്നത് തെറ്റാണോ? രാഷ്ട്രീയ അഭിപ്രായം പറയുക, അത് വേറെ കാര്യം. പക്ഷെ രാഷ്ട്രീയത്തിൽ മാത്രം ശ്രദ്ധിക്കുന്നത് തെറ്റാണോ? ചിലപ്പോൾ ഞാൻ ചെയ്യുന്ന ഒരു ബ്രഹ്മചാരി എന്നുള്ള രീതിയിൽ ഞാൻ ചിലപ്പോൾ ചെയ്യുന്നത് തെറ്റായിരിക്കും. കച്ചവടം ചെയ്യുന്നത് തെറ്റാണോ? വേറെ ആൾക്കാർ ചെയ്യുന്നതിന് ചിലപ്പോൾ കുഴപ്പം കാണത്തില്ല. പക്ഷെ ഞാൻ ചെയ്യുന്നത് പ്രശ്നമായിരിക്കും. അതായത് ഞാൻ എൻ്റെ കർമ്മത്തിൽ നിന്ന്, എൻ്റെ ധർമ്മത്തിൽ നിന്ന് മാറിയിട്ട് വേറെ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ പിന്നെ ഈ പറയുന്ന കണക്ക് സമൂഹം എന്നെ സപ്പോർട്ട് ചെയ്യില്ല. ആണോ അല്ലേ? അപ്പം ഭഗവാൻ പറയാണ് എന്താണ്, നീ നിന്റെ കർമ്മം തന്നെ ചെയ്യൂ. നീ ഇത് ചെയ്തില്ല എങ്കിൽ ശരീര സംരക്ഷണം പോലും ബുദ്ധിമുട്ടാവും. ഫുഡ് കിട്ടില്ല എന്ന് മാത്രമല്ല, ചിലപ്പോൾ അവിടുന്ന് ഇവിടുന്ന് തട്ടും കിട്ടുന്ന. ഫുഡ് മാത്രമല്ല, തട്ടും കിട്ടുന്ന. എന്റെ പണിയല്ല ഞാൻ എടുക്കുന്നത്. എന്നിട്ട് പറയും എന്താണ്, കർമ്മം അകർമ്മത്തെക്കാൾ ശ്രേഷ്ഠമാണ്. അർജുന, ഒരു കാരണവശാൽ നീ തെറ്റിദ്ധരിക്കാൻ പാടില്ല. എന്താണ് പണി എടുക്കാതിരുന്നു എന്നുള്ളത് കൊണ്ട് ഇല്ലില്ല. കർമ്മം അകർമ്മത്തേക്കാൾ ശ്രേഷ്ഠമാണ്. കർമ്മം ചെയ്യാതിരുന്നാൽ ശരീര സംരക്ഷണം പോലും, നീ നിന്റെ കർമ്മം ചെയ്യാതിരുന്നാൽ ശരീര സംരക്ഷണത്തിന് പോലും സാധ്യതയില്ലാതെ വരും എന്നാണ്. ഇതിൻ്റെ അകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഞാൻ പറഞ്ഞല്ലോ, എന്തുകൊണ്ട് കർമ്മം ചെയ്യണം എന്നുള്ള, അല്ലെങ്കിൽ കർമ്മയോഗം ചെയ്യാൻ വേണ്ടിയിട്ട് പ്രോത്സാഹിപ്പിക്കുകയാണ്. ഇവിടെ അർജുനന്റെ ലെവലിലേക്ക് ഇറങ്ങി വരിക. ഇവിടെ വേദാന്തം അല്ല പറയുക. വേദാന്തം ആണെങ്കിൽ എന്താ, കർമ്മത്തിനെ ഉപേക്ഷിച്ചു എന്നല്ല നമ്മൾ പറയും. ഇല്ലില്ല, എടാ നീ പണിയെടുത്തില്ലെങ്കിൽ കൃത്യമായിട്ട് നമുക്ക് നമ്മുടെ ശരീരത്തിനെ സംരക്ഷിക്കാൻ പോലും പറ്റില്ല. അതുകൊണ്ട് എന്താണോ നിന്റെ കർമ്മം അത് മാത്രം ചെയ്യൂ, വേറെ കർമ്മത്തിലേക്ക് പിടിക്കരുത് എന്നുള്ളതാണ് ഭഗവാന്റെ നിർദ്ദേശം. കർമ്മയോഗത്തിന്റെ ഒരു സൈഡായി. ഇനി കർമ്മയോഗത്തിന്റെ വേറെ സൈഡുണ്ട്. നമ്മൾ കണ്ടില്ലേ, ഈശ്വരാർപ്പണ ബുദ്ധി, പ്രസാദ ബുദ്ധി. അതെങ്ങനെ ഭഗവാൻ ഉൾക്കൊള്ളിക്കുക? അതാണ് അടുത്ത ശ്ലോകത്തില് യജ്ഞാത്വാർ കർമ്മണോന്യത്ര ലോകോയം കർമ്മബന്ധന തദർത്ഥം കർമ്മ കൗന്തേയ മുക്ത സംഘ സമാചര എന്ന് പറയുന്ന ശ്ലോകം. എന്താ ഇത്? ഏത് ആറ്റിറ്റ്യൂഡിൽ കർമ്മം ചെയ്യണം? ഭഗവാൻ പറയാണ് യജ്ഞാർത്ഥമായിട്ട് കർമ്മം ചെയ്യണം. എന്താണെന്ന് നമുക്ക് അതിലേക്ക് വരാവേ. യജ്ഞാർത്ഥമായിട്ട് കർമ്മം ചെയ്യണം. അങ്ങനെ അല്ലാത്ത കർമ്മം എന്താണ്? കർമ്മബന്ധനത്തിന് കാരണമാകും. യജ്ഞാർത്ഥമല്ലാതെ ഞാൻ കർമ്മം ചെയ്താൽ കർമ്മബന്ധനത്തിന് കാരണമാകും. അതിനാൽ അർജുന, യജ്ഞം എന്ന നിലയിൽ നീ ഫലത്തിനെ, സംഘത്തിനെ വിട്ടിട്ട്, ഫലാപേക്ഷ വിട്ടിട്ട് കർമ്മം നന്നായിട്ട് ചെയ്യൂ. ഇതാണ് പോയിന്റ്. അപ്പൊ ഉടനെ എന്താണ് യജ്ഞം എന്ന് ചോദിക്കും. ഇവിടാണ് യജ്ഞം വന്നത് അല്ലെ, ഗീതാജ്ഞാന യജ്ഞം എന്നല്ലെങ്കിൽ പിന്നെ വരുന്ന യജ്ഞം ഇവിടെ വരുന്നത്. എന്താ യജ്ഞം? ഇത് മറ്റേ 2-ാം അധ്യായത്തിൽ നമ്മൾ കണ്ട മറ്റേ ഹവനാദി കാര്യങ്ങളൊക്കെയാണോ? അങ്ങനെയൊക്കെ അതിനെ പറ്റി നമ്മൾ സൂചിപ്പിച്ചായിരുന്നു അല്ലേ? യാഗം, ഹോമം, അങ്ങനത്തെ യജ്ഞമാണോ ഇവിടെ? അല്ലെങ്കിൽ ഗീതാജ്ഞാന യജ്ഞം അല്ലെങ്കിൽ എന്തെങ്കിലും ക്ലാസിന്റെ ആണോ? അല്ലല്ല. യജ്ഞത്തിന് പല അർത്ഥങ്ങളുണ്ട്. ഒരർത്ഥം യജ്ഞോ വൈ വിഷ്ണുഹു എന്നാണ്. യജ്ഞോ വൈ വിഷ്ണു. യജ്ഞം എന്ന് പറഞ്ഞാൽ എന്താണ്? വിഷ്ണു ആണ് എന്നാണ്, ഭഗവാനാണ്.
അപ്പം യജ്ഞാർത്ഥമായിട്ട് കർമ്മം ചെയ്യൂ എന്ന് പറഞ്ഞാൽ ആ ഭഗവാന് വേണ്ടിയിട്ട് കർമ്മം ചെയ്യൂ. അതായത് ഈശ്വരാർപ്പണ ബുദ്ധിയോടുകൂടി കർമ്മം ചെയ്യൂ എന്നാണ് ഒരു താല്പര്യം ആചാര്യന്മാർ പറയുന്നത്. എന്താ ഈശ്വരാർപ്പണ ബുദ്ധി, എന്താ പ്രസാദ ബുദ്ധി നമ്മൾ നേരത്തെ കണ്ടു. അന്നേ ഞാൻ പറഞ്ഞായിരുന്നു 3ാം അധ്യായം വരുന്ന സമയത്ത് ഞാൻ കൂടുതൽ വിശദീകരിക്കത്തില്ല, വേണമെങ്കിൽ അങ്ങോട്ട് പോയി കാണാം. 2-3 ദിവസം കഴിയുമ്പോഴത്തേക്ക് അത് യൂട്യൂബിൽ വരും. എന്താണ് ഏറ്റവും മികച്ച കർമ്മം ചെയ്യൂ, യജ്ഞാർത്ഥമായിട്ട് കർമ്മം ചെയ്യൂ. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ കർമ്മബന്ധനം ഉണ്ടാകില്ല. കർമ്മം ബന്ധിക്കില്ല. നമ്മളെപ്പോഴെങ്കിലും നമ്മൾ ചെയ്യുന്ന കർമ്മം ബന്ധിച്ചിട്ടുണ്ടോ? ഉണ്ടോ? നമ്മുടെ കർമ്മം ബന്ധിക്കത്തില്ല. പിന്നെയോ കർമ്മഫലബന്ധം ഉണ്ടാകും. എന്താ 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 എന്നൂടെ പറഞ്ഞേ. അതായത് എന്നെ ഇപ്പൊ ഞാൻ ചെയ്യുന്ന ഒരു കർമ്മം ബന്ധിക്കില്ല. ഞാനിപ്പോ ഒരു തമാശ പറയുകയാണ്, ഒരു തമാശ, ഈ തമാശ എന്നെ ബന്ധിക്കൂ? ഇല്ല. നേരെ മറിച്ച് ഞാനിപ്പോ ഈ തമാശ പറയുമ്പോൾ ഇവിടെ ഇരിക്കുന്ന ആളുകളൊക്കെ ചിരിക്കണം എന്നുള്ള ഒരു ഫലത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ തമാശ പറയുന്നതെങ്കിൽ, നിങ്ങളാരും ഈ തമാശ കേട്ട് ചിരിച്ചിട്ടില്ല എങ്കിൽ ചിലപ്പോൾ എനിക്കത് ദുഃഖമോ, നിങ്ങളെല്ലാവരും ചിരിച്ചാൽ ആ ചിരി എനിക്ക് സുഖമോ നൽകും. ആണോ അല്ലയോ? ഇങ്ങനെയാണ് നമ്മുടെ എല്ലാ കാര്യം. അപ്പൊ സത്യത്തില് നമ്മുടെ കർമ്മ ഫലങ്ങളാണ് നമ്മളെ ബന്ധിക്കുക, സുഖദുഃഖങ്ങളായിട്ട് ബന്ധിക്കുക. നമ്മൾ ഓരോ കാര്യവും ഈ ഒരു ബന്ധനത്തിൽ നിന്നാണ് ചെയ്യാൻ. അപ്പം യജ്ഞാർത്ഥമായിട്ടല്ല നമ്മൾ കർമ്മം ചെയ്യുന്നത് എങ്കിൽ, ആ ഒരു ഹയർ കോസിന് വേണ്ടിയിട്ടല്ല നമ്മൾ കർമ്മം ചെയ്യുന്നത് എങ്കിൽ, ആ ഒരു വലിയ ലക്ഷ്യത്തിന് വേണ്ടിയിട്ടല്ല, ആ ഒരു വലിയ ആൾട്ടറിന് വേണ്ടിയിട്ടല്ല നമ്മൾ കർമ്മം ചെയ്യുന്നതെങ്കിൽ, നമ്മളെ കർമ്മം ബന്ധിപ്പിക്കാനുള്ള സാധ്യതയാണ്. മറ്റേന്താ, ഗുരുദേവന്റെ ഒരു വളരെ പ്രശസ്തമായിട്ടുള്ളൊരു കൊട്ടേഷൻ ഉണ്ട്. എന്താണ്, മുരളിക എപ്പോഴെങ്കിലും പേടിച്ചിട്ടുണ്ടോ? എന്നിൽ കൂടെ ഏത് രാഗമാണ് കടന്നു പോകുന്നത് എന്നോർത്ത് എന്നാണ്. അത് ആ സോൾ റെസ്പോൺസിബിലിറ്റിയാണ്. ആര്? ആ മുരളിക വായിക്കുന്ന ആളുടെ റെസ്പോൺസിബിലിറ്റിയാണ്. അല്ലാതെ മുരളിക ആ ഒരു ഓടക്കുഴലിന് പേടിയുണ്ടോ? അയ്യോ, ഇനി എന്നിൽ കൂടെ പന്തുവരാളിയാണോ വായിക്കാൻ പോകുന്നത്, അതോ എന്താണ് ഈ പറഞ്ഞ കണക്ക് മായാമാളകയാണോ, അതോ നീലാംബരിയാണോ? അങ്ങനെ ഒരു ടെൻഷനേ എന്തിനില്ല, ഈ പറഞ്ഞ മുരളികയ്ക്കില്ല. അത് അവൈലബിൾ ആയിട്ട് നിൽക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഫുള്ളി അവൈലബിൾ ആയിട്ട് നിൽക്കുന്നു, തന്നിൽ കൂടെ കടന്നു പോകുന്നു. എന്ത്? ആ വായിക്കുന്ന ആളുടെ അദ്ദേഹത്തിന്റെ ശ്വാസം. അതേപോലെ ആ ഭഗവാന്റെ ഒരു ഇൻസ്ട്രുമെന്റ് ആയിട്ട് നിൽക്കുക എന്നുള്ളതാണ് യജ്ഞാർത്ഥമായിട്ട് കർമ്മം ചെയ്യുക. ഇത് നമ്മൾ സത്യത്തിൽ അനുഭവിക്കാൻ പറ്റുന്ന ഒരു ഗംഭീര ഫീലായത്. നമ്മളെപ്പോഴും യങ്സ്റ്റേഴ്സ്, നമ്മളെ കൂടുതലും യങ്സ്റ്റേഴ്സുമായിട്ടാണല്ലോ ചേർന്ന് പണിയെടുക്കുക. അപ്പൊ അവരൊക്കെ പറയുന്ന ഒരു കാര്യം ഉണ്ടടാ, നമ്മൾ ഏതെങ്കിലും ഒരു പ്രൊജക്റ്റ് ഒക്കെ ഏറ്റെടുക്കുകയാണെന്ന് വെച്ചോ, ഏറ്റെടുക്കുകയാണെങ്കിൽ നമ്മൾ ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്തൊക്കെ പ്ലാൻ ഇട്ടാലും അത് നടക്കേണ്ട രീതിക്ക് നടക്കത്തുള്ളൂ. നമ്മളെല്ലാം പ്ലാൻ ഇടും, പക്ഷെ നമുക്കറിയാൻ മേലാത്ത സ്ഥലത്തു നിന്ന് എന്തെങ്കിലുമൊക്കെ വരും. അപ്പൊ എനിക്കൊരു കാര്യം മനസ്സിലായി, ഈ ഒരൊറ്റ കാര്യം നമ്മളെ ചെയ്യേണ്ടതുള്ളൂ. എന്താണ്? നമ്മൾ നമ്മുടെ കഴിവിന്റെ പരമാവധി അങ്ങ് ചെയ്യുക, നടക്കേണ്ടതെന്ന് നടക്കും. നമ്മൾ ശരിക്കും കണ്ടിട്ടുള്ള, സത്യമായിട്ട് കണ്ടിട്ടുള്ള, നമ്മൾ എന്തൊക്കെ കാര്യം ഇത് നടക്കേണ്ടതാണ് നടക്കും, അത് ഉറപ്പാണ്. ഇതൊരു നെഗറ്റീവായിട്ടല്ല ഞാൻ പറയുന്നത്. പക്ഷെ എന്താണ്, നടക്കേണ്ടത് നടക്കും. അതിന് വേണ്ടിയിട്ട് നമ്മൾ കൃത്യമായിട്ട് നമ്മൾ നമ്മുടെ കാര്യം ചെയ്യാം. അയ്യോ ഇത് നടക്കുമോ എന്നുള്ള ടെൻഷനൊന്നും വേണ്ടാന്ന്. നടക്കേണ്ട സമയത്ത് കൃത്യമായിട്ട് ഇത് നടക്കും. കണ്ട, ആരെങ്കിലും വിചാരിച്ചോ നമ്മുടെ ജീവിതകാലത്ത് നമുക്ക് അയോധ്യ ക്ഷേത്രം കാണാൻ പറ്റുമെന്ന്? ഇല്ല. എൻ്റെ അടുത്ത് ഒരു വളരെ സീനിയർ ആയിട്ടുള്ള സ്വാമിജി പറഞ്ഞു, എൻ്റെ ജീവിതകാലത്ത് എനിക്ക് ഇങ്ങനൊരു സംഭവം കാണാൻ പറ്റുമെന്ന് എനിക്ക് ഞാൻ എൻ്റെ ജീവിതത്തിലൊരു പാഴ സ്വപ്നമായിട്ട് പോലും കണ്ടിട്ടില്ല, സ്വപ്നമായിട്ട് പോലും കണ്ടിട്ടില്ല. എല്ലാവരും അവരവരുടെ ചെയ്തപ്പോ നടക്കേണ്ട സാധനം നടക്കേണ്ട സമയത്ത് നടക്കും. ഇനി എന്താ, നമ്മൾ ഭഗവാനോട് ഗ്രേറ്റ്ഫുൾ ആകും. നമ്മൾ ആ യജ്ഞഭാവനയിൽ ഭഗവാന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ചെയ്യുന്നത് എന്നുള്ള രീതിയിലേക്ക്. അതുകൊണ്ടാണ് പറയാ, കർമ്മം ചെയ്യുന്ന സമയത്ത്, പ്രത്യേകിച്ച് നമ്മൾ ഇത് കണക്ക് കർമ്മയോഗം ചെയ്യുന്ന സമയത്ത് നമുക്ക് ഈ ഒരു കാര്യം കൃത്യമായിട്ട് എവിഡന്റ് ആയിട്ട് നമ്മുടെ മുമ്പിൽ വരും. ഞാനല്ലേ ചെയ്യുന്നത്, എന്നെ കൊണ്ട് ഇത്രേ കൂട്ടിക്കൂടാൻ പറ്റുള്ളൂ എന്നുള്ളത് മനസ്സിലാവും. എല്ലാരും പറയും ഇത് ഇയാൾ ചെയ്തു കേട്ടോ, സുധീർ ചെയ്തതിന് ചെയ്തു എന്ന് പറയും. ചുമ്മാതാ, സത്യമായിട്ടും
നിങ്ങളിന്ന് ആലോചിച്ചാൽ മതി. അപ്പൊ നമ്മളെല്ലാം എന്റെയൊക്കെ വളരെ സീനിയർ ആയിട്ടുള്ള സിനിമാ മിഷന്റെ ഒരു പ്രവർത്തനം ഉണ്ടായിരുന്നു. ധാരാളം പ്രൊജക്ടുകൾ ഏറ്റെടുത്ത് ചെയ്യുന്ന ഒരാളാണ്. അപ്പൊ പുള്ളി ഇങ്ങനെ പറയും, ചില വലിയ വലിയ പ്രൊജക്ടുകളൊക്കെ ഒരിക്കൽ കൂടെ അങ്ങേരെ കൊണ്ട് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ പറയും, അയ്യോ അത് പറ്റത്തില്ല എന്ന് പറയും. കാര്യം എന്നാ, അന്നത് നടന്നു. ഈ നടന്നതിന്റെ എക്സ്പീരിയൻസ് കൂടെ ഉള്ള നിങ്ങൾക്ക് അത് ഒന്നുകൂടെ ചെയ്യാവോന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പറയാൻ പറ്റത്തില്ല. എന്നിട്ട് പുള്ളി പറയും, എനിക്കത് ഒന്നുകൂടെ ഏറ്റെടുക്കാനുള്ള ധൈര്യം ഉണ്ടോ എന്ന് എനിക്ക് അറിയില്ല എന്ന് പറയും. പക്ഷെ നമ്മൾ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം എന്ത് ചെയ്യും? ഏറ്റവും സന്തോഷത്തോട് ചെയ്യും, അത് വേറെ കാര്യം. പക്ഷെ പിന്നെ ഒന്നുകൂടെ കടന്നു പോകും, അയ്യോ ഞാനിതെങ്ങനെ ചെയ്തത് എന്നുള്ള ചോദ്യം വരും. മനസ്സിലായില്ലേ? ഞാൻ ആ ഹയറുമായിട്ട് ട്യൂൺ ചെയ്ത് കഴിഞ്ഞാൽ നടക്കണം. ഓക്കെ. ഇനിയോ യജ്ഞത്തിന് വേറൊരു അർത്ഥമുണ്ട്. ചിന്മയാനന്ദ സ്വാമിജി പറയുന്നത് ഈ അർത്ഥമാണ്. സ്വാമിജി പറയുക, യജ്ഞത്തിനെ വ്യാഖ്യാനിക്കുക, യജ്ഞം എന്ന് പറഞ്ഞാല് കോപ്പറേറ്റീവ് എൻഡവർ എന്നാണ്. എല്ലാവരും കൂടെ ചേർന്ന് ചെയ്യുന്ന കാര്യം. ഓക്കെ. യജ്ഞഭാവന എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു കോപ്പറേറ്റീവ് എൻഡവർ. ഒറ്റയ്ക്ക് ചെയ്യുന്നല്ല, എല്ലാവരും കൂടെ ചേർന്ന്. അപ്പം ഈ യജ്ഞഭാവന സഹിതരായിട്ടാണ്, അല്ലെങ്കിൽ ആ യജ്ഞത്തിന് വേണ്ടിയിട്ടാണ്, ആ ഒരു ടോട്ടാലിറ്റിക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ കർമ്മം ചെയ്യുന്നത് എങ്കിൽ നമ്മളെ എന്ത് ബാധിക്കില്ല? ഈ കർമ്മത്തിന്റെ കെട്ട് ബാധിക്കില്ല. എപ്പോഴേ എനിക്ക് ടോട്ടാലിറ്റിക്ക് വേണ്ടി പണിയെടുക്കാൻ പറ്റുള്ളൂ? എൻ്റെ മനസ്സിലെ സ്വാർത്ഥത നേർക്കുമ്പോഴേ, സ്വാർത്ഥത കുറയുമ്പോൾ മാത്രമേ എനിക്ക് ആ ടോട്ടാലിറ്റിക്ക് വേണ്ടിയിട്ട് പണിയെടുക്കാൻ പറ്റൂ. ആണോ അല്ലേ? അപ്പം ഇവിടെ പറഞ്ഞു വെക്കുകയാണ്, ഭഗവാന്റെ സ്റ്റേറ്റ്മെന്റ് ആണ് ഇത്, നീ നിന്റെ കർമ്മം തന്നെ ചെയ്യൂ, ഡ്യൂട്ടി ചെയ്യൂ. ഒന്ന്, നീ നിന്റെ ധർമ്മം, നിന്റെ ഡ്യൂട്ടി ചെയ്തില്ലെങ്കിൽ നിന്റെ ശരീര സംരക്ഷണം പോലും പറ്റത്തില്ല. രണ്ടാമത്തെ പദം. മൂന്നാമത്തെ പദം എന്താ? ഭഗവാൻ പറയും, ഓനെ കർമ്മമാണ് എപ്പോഴും അകർമ്മത്തിനേക്കാൾ ശ്രേഷ്ഠം. ഇനി ഈ കർമ്മം നീ എങ്ങനെ ചെയ്യണം? യജ്ഞാർത്ഥമായിട്ട് ചെയ്യണം, ഈശ്വരാർപ്പണം. ഇനിയോ എങ്ങനെ ചെയ്യണം? മുക്തസംഗമായിട്ട് ചെയ്യണം. അതായത് ഫലാപേക്ഷ വിട്ടിട്ട് ചെയ്യണം. അതായത് പ്രസാദ ബുദ്ധിയോടുകൂടി ചെയ്യണം. കർമ്മയോഗം കഴിയും. പക്ഷെ ഞാൻ നേരത്തെ കഴിഞ്ഞ ക്ലാസ്സിൽ സൂചിപ്പിച്ചതുപോലെ ഇത് എൻ്റെ പേഴ്സണൽ കാര്യമാണ്. ഒരു വ്യക്തി ഇൻഡിവിജ്വലി ചെയ്യുന്ന കാര്യമാണ് ഈ പറഞ്ഞെങ്കിൽ, പക്ഷെ എനിക്ക് സമൂഹത്തിലേക്ക് ഒരു ഉത്തരവാദിത്തം. മാത്രമല്ല, ഞാൻ സമൂഹത്തിൽ ഇടപെട്ടാൽ മാത്രമേ ഇത് കൃത്യമായിട്ട് എൻ്റെ ജീവിതത്തിലേക്കും വരികയുള്ളൂ. അതുകൊണ്ട് ഇനി നമ്മൾ ഓരോരുത്തരും ആ ഒരു സാമൂഹിക ജീവിയാണ്, നമ്മൾ അതിനോട് ചേർന്ന് പ്രവർത്തിക്കണം എന്നുള്ള സൂചന നൽകിക്കൊണ്ട്, നേരിട്ടല്ല പറയാ, സൂചന നൽകിക്കൊണ്ട് ഒരു 2-3 ശ്ലോകങ്ങൾ വരും. വളരെ പ്രധാനപ്പെട്ട സേവനത്തിനെ പറ്റിയിട്ടെല്ലാം നമുക്ക് ചർച്ച ചെയ്യണം എന്നുണ്ട് എങ്കിൽ ഈ ഭാഗങ്ങൾ നമുക്ക് എടുക്കാവുന്നതാണ്. ഇവിടെ ഈ യജ്ഞത്തിനെ നമ്മൾ ഇന്നൊന്ന് വിശദീകരിക്കും. സമയമുണ്ടെങ്കിൽ നമ്മൾ അടുത്ത പോയിന്റിലേക്ക് പോകത്തുള്ളൂ. നമ്മൾ പ്രധാനമായിട്ട് യജ്ഞത്തിനെ ആചാര്യന്മാര് 5 യജ്ഞങ്ങളായിട്ട് പറയും. പഞ്ചമഹായജ്ഞങ്ങൾ കേട്ടിട്ടില്ലേ? കേട്ടിട്ടുണ്ട്. 5 യജ്ഞം. ഈ പോർഷൻ വരുന്ന സമയത്ത് അവർ പറയും പഞ്ചമഹായജ്ഞങ്ങളെ പറ്റി പറയും. കാര്യം ഈ പഞ്ചമഹായജ്ഞങ്ങളാണ് ഗൃഹസ്ഥാശ്രമിയുടെ പ്രധാനപ്പെട്ട ഒരു ധർമ്മം എന്നാണ് പറയാ. നമ്മൾ ഗൃഹസ്ഥാശ്രമിയെ പറ്റി പറഞ്ഞായിരുന്നു അല്ലെ, കർമ്മയോഗത്തിന്റെ കാര്യത്തിൽ. അപ്പൊ ഈ ഗൃഹസ്ഥാശ്രമം ചെയ്യേണ്ടതായിട്ടുള്ള പഞ്ചമഹായജ്ഞങ്ങൾ എന്താന്ന് വെച്ചാൽ, ഓരോരുത്തരും ജനിക്കുന്നത് 5 കടങ്ങളോട് കൂടിയാണ് എന്നാണ്. ദേവന്മാരോടുള്ള കടം, അതിനെ ദേവഋണം എന്ന് പറയും. പിതൃക്കളോടുള്ള കടം. കാര്യം ഇപ്പൊ ദേവന്മാരോട് എങ്ങനെ എനിക്ക് കടം വരിക? ഞാനിപ്പോ ഇവിടെ സന്തോഷത്തോടെ ഇരുന്ന് ക്ലാസ് എടുക്കുന്നുണ്ട്, നിങ്ങളൊന്നും വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ ഇവിടെ ഇരുന്ന് ക്ലാസ് കേൾക്കുന്നുണ്ട് ഇല്ലേ? ക്ലാസ് കേൾക്കുന്നുണ്ട്. അതല്ലെങ്കിലോ ഇന്ന് ചില ആൾക്കാരുണ്ട്, അവര് ഇന്ന് ഇപ്പൊ ഇവിടെ നമ്മുടെ ഓഫീസിലുള്ള ചേട്ടൻ, പുള്ളിക്ക് രാവിലെ ഗുരുവായൂർ പോകാൻ 6 മണിയുടെ വണ്ടി പിടിക്കേണ്ടായിരുന്നു, പക്ഷെ ഉറങ്ങിപ്പോയി. അലാറം അടിച്ചില്ല. അലാറം അടിച്ചത് ചിലപ്പോൾ കേട്ട് കാണത്തില്ല. ആലോചിച്ച് നോക്കൂ. അല്ലെങ്കിലോ നമ്മൾ എല്ലാ ദിവസവും യാത്ര ചെയ്യുന്നുണ്ട്, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ യാത്ര ചെയ്യുന്നുണ്ട്. എപ്പോഴെങ്കിലും വണ്ടിയൊക്കെ ഇടിച്ചിട്ടുണ്ടോ? ദൈവം സഹായിച്ചു ഭഗവാനെ വണ്ടി ഇടിച്ചിട്ടില്ല. എത്ര ചാൻസ് ഉണ്ടായിട്ടുണ്ട് വണ്ടി ഇടിക്കാൻ, എന്നിട്ട് ഒരു പ്രശ്നമില്ലാതെ നമുക്ക് നമ്മൾ വിചാരിച്ച സ്ഥലത്ത് എത്താൻ പറ്റുന്നുണ്ടോ? എന്തുകൊണ്ടാ പറ്റുന്നത്? ദൈവത്തിന് അറിയാമെന്ന് നമ്മൾ പറയില്ലേ? അതാണ് എൻ്റെ കാര്യം.
അതായത് നമുക്കറിയാത്ത തലങ്ങളിൽ നിന്ന് എവിടുന്നെങ്ങാണ്ടോ നമുക്ക് ചില അനുഗ്രഹങ്ങൾ ഉണ്ടാകുന്നുണ്ട്. നമ്മൾ എപ്പോഴെങ്കിലും അതിനെ നന്ദിയോടുകൂടി സ്മരിച്ചിട്ടുണ്ടോ? ഇല്ല. അതിനെ നന്ദിയോടുകൂടി സ്മരിച്ച് ജീവിക്കുന്നതിനെയാണ് ദേവഗണം വീട്ടാൻ വേണ്ടി ദേവയജ്ഞം ചെയ്യുക എന്ന് പറയും. ദേവയജ്ഞം. ഇതേപോലെ ഞാനിവിടെ സന്തോഷത്തോടുകൂടി ജീവിക്കുന്നതിന്, ഞാനിവിടെ സമാധാനത്തോടുകൂടി ഇപ്പൊ ജീവിക്കുന്നതിന് എനിക്ക് മുമ്പേ ജനിച്ച് ജീവിച്ച് മരിച്ച് കടന്നുപോയ ആളുകൾ അതിൽ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ ഈ ക്യാമറ വർക്ക് ചെയ്യുന്നു, ഈ സൂം അല്ലെങ്കിൽ ഈ ഒരു ഗൂഗിൾ മീറ്റ് ആരാ കണ്ടുപിടിച്ചേ? നമ്മൾ എല്ലാ ആഴ്ചയും എല്ലാ ദിവസവും ഉപയോഗിക്കുന്ന ഒരു സാധന, അറിയത്തില്ല. ഓക്കെ, ഇത് ഇങ്ങനെ ആകാൻ വേണ്ടിയിട്ട് ആരായതിനു വേണ്ടിയിട്ടെല്ലാം ഡെവലപ്പ് ചെയ്ത ദൈവത്തിനറിയാം. ഈ ഗൂഗിൾ മീറ്റ് വർക്ക് ചെയ്യണമെങ്കിൽ ഇന്റർനെറ്റ് വേണമല്ലോ, അതിനു വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ആരൊക്കെ കൂടാ ചെയ്തേ നമുക്കറിയത്തില്ല. നമ്മളിതൊക്കെ ഉപയോഗിക്കത്തേ മാത്രമേ ഉള്ളൂ. അതായത് ഞാനിവിടെ സന്തോഷത്തോടുകൂടി ജീവിക്കുന്നുണ്ട് എങ്കിൽ എനിക്ക് മുമ്പേ ജനിച്ച് ജീവിച്ച് കടന്നുപോയ ഒരു തലമുറ വളരെ ഗംഭീരമായിട്ട് പണിയെടുത്തിട്ടുണ്ട്. അവരുടെ ആ ഒരു സ്നേഹവും അവരുടെ ആ ഒരു കരുതലും അവരുടെ ആ പ്രയത്നവും അടുത്ത തലമുറയ്ക്ക് വേണ്ടി കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഇതിനെ നന്ദിയോടുകൂടിയാണോ സ്മരിക്കുന്നത്? നമ്മൾ അതിനെ സ്മരിക്കാറുണ്ടോ എന്നുള്ളതാണ് ചോദ്യം. നമ്മൾ മറ്റേ പിണ്ടോദക ക്രിയ ചെയ്യണം എന്നല്ല നമ്മൾ പറയും. ഇതൊക്കെ ഇതിലേക്കുള്ളൊരു ഓർമ്മപ്പെടുത്തലുകളാണ്. എനിക്കിപ്പോ കിട്ടിയിരിക്കുന്ന സൗഭാഗ്യങ്ങളെ ഇതിനേക്കാൾ നന്നായിട്ട് അടുത്ത തലമുറയ്ക്ക് കൊടുക്കുക എന്നുള്ളതാണ് പിതൃഗണം വീട്ടാനുള്ള മികച്ചൊരു കാര്യം. ഒരു കാര്യം അതാ ആലോചിച്ചു. ഞാൻ ഈ പിതൃഗണം വീട്ടുമ്പോ ഞാൻ പിതൃയജ്ഞം ചെയ്യുകയാണ് എന്നാണ് രണ്ടാമത്തെ. 3, ഞാനിങ്ങനെ ശ്വാസം വലിക്കുമ്പോൾ കൃത്യമായിട്ട് ശ്വാസം ഉള്ളിലേക്ക് കയറുന്നില്ലേ? കറക്റ്റായിട്ട് ഓക്സിജൻ ഒക്കെ കയറുന്നുണ്ട്. ആര് ഈ ഓക്സിജൻ ഉണ്ടാക്കുന്നത്? അത് ചെടികളൊക്കെയാ സ്വാമി. ഞാനത് പണ്ട് 4ാം ക്ലാസ്സിൽ 5ാം ക്ലാസ്സിൽ ഞാൻ പഠിച്ചിട്ടുണ്ട്. ഫോട്ടോസിന്തസിസിനെ പറ്റിയൊക്കെ ഞാൻ പഠിച്ചിട്ടുണ്ട്. അതൊക്കെ ഞാൻ പഠിച്ചിട്ടുണ്ട്. ഞാൻ ഇതിന് വേണ്ടിയിട്ട്, ഞാനിവിടെ സന്തോഷത്തോട് ജീവിക്കുന്നതിന് വേണ്ടിയിട്ട് ഈ പ്രകൃതിക്ക്, ഈ മരങ്ങൾക്ക്, ഈ ചെടികൾക്ക്, ഈ ജീവജാലങ്ങൾക്ക് ഞാൻ എൻ്റെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ടോ? ഞാൻ നന്ദിയോടുകൂടി അത് സ്മരിക്കുന്നെങ്കിലും ഉണ്ടോ? ഞാൻ ഇന്നലെ മിനിങ്ങാന്ന് കണ്ട ഒരു കാർട്ടൂണാണ്, ഒരു മീമാണ്. അതായത് ദൈവം ഭഗവാൻ ജീവജാലങ്ങളോട് പറഞ്ഞു, നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഇത് ചെയ്തിട്ട് ബാക്കിയുള്ളവരെ തോൽപ്പിക്കണമെങ്കിൽ തോൽപ്പിക്കാം എന്നങ്ങണ്ട പറഞ്ഞിട്ട്, പിന്നെ ഫുഫ് എന്ന് പറഞ്ഞിങ്ങനെ കാണിക്കുമ്പോൾ അവിടെ മനുഷ്യൻ മാത്രം മിച്ചമുണ്ട്, ബാക്കിയുള്ള ജീവജാലങ്ങളെയൊക്കെ മനുഷ്യൻ തോൽപ്പിച്ചു എന്നാണ്. ഇതൊരു സർക്കാസ്റ്റിക് ആയിട്ട് അവരെ പറഞ്ഞേക്കുന്നതാണ്. പക്ഷെ അതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ മനുഷ്യൻ ഇവിടെ വന്നിട്ട് വേറെ ആരെയെങ്കിലും സഹായിക്കുന്നതായിട്ട് നമ്മൾ കാണത്തില്ല. നമ്മൾ ചെയ്ത് ഇതിനെ ചില ആൾക്കാർ പറയും, അയ്യോ ഈ ജീവജാലങ്ങൾ കേൾക്കുന്ന ആ ഒരു ബുദ്ധിമുട്ട് കാരണം അവരെ ഞാൻ നോക്കി വളർത്തിക്കോളാം എന്നെല്ലാം പറഞ്ഞിട്ട് ചില ആൾക്കാരൊക്കെ ചില കാര്യങ്ങളൊക്കെ കാണിച്ചാൽ കൂടെയും ഈ മാനവരാശിയെ മൊത്തത്തിൽ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ പ്രകൃതിക്ക് ഏറ്റവും വലിയ ഒരു ക്യാൻസറോ ദുരിതമോ ആണ് എന്നാണ്. ആരെങ്കിലും എതിർപ്പുണ്ടോ? എനിക്കൊരു സംശയമില്ലാത്ത കാര്യമാണ്. അതായത് വളരെ രസകരമായിട്ടുള്ള ചില മീംസ് ഒക്കെ ഇങ്ങനെ വാട്സപ്പിലൊക്കെ കറങ്ങും. അതായത് വിദ്യാഭ്യാസവും വിവരവും ഇല്ലാത്ത ജീവജാലങ്ങൾ താമസിക്കുന്ന കാട് എന്ന് പറഞ്ഞിട്ട് ഒരു ഫോട്ടോ, ഒരു പച്ചപ്പെല്ലാം ഉള്ള നല്ല രസകരമായിട്ടുള്ള സ്ഥലം. വിദ്യാഭ്യാസവും ബോധവും ഉള്ള മനുഷ്യർ താമസിക്കുന്ന സ്ഥലം എന്ന് പറയുന്നത് കാണിക്കുക പ്ലാസ്റ്റിക് വേസ്റ്റ്, കുപ്പ, സകലമാന ഇത്. അതായത് നമ്മള് സഹായിക്കുക എന്നുള്ളത് പോട്ടെ, നമ്മൾ ദ്രോഹിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാനിങ്ങനെ ശ്വസിക്കുമ്പോൾ കൃത്യമായിട്ട് ഓക്സിജൻ വരുന്നുണ്ട് എങ്കിൽ, എനിക്കിവിടെ സന്തോഷത്തോടുകൂടി ജീവിക്കാൻ പറ്റുന്നുണ്ട് എങ്കിൽ ഞാൻ അതിന് കടപ്പെട്ടവനാണ്. എനിക്ക് കടമുണ്ട്. ആരോട്? മറ്റുള്ള ജീവജാലങ്ങളോട് കടമുണ്ട്. ഇത് ഞാൻ വീട്ടണ്ടേ? തീർച്ചയായിട്ടും. ഐൻസ്റ്റീൻ്റെ പ്രൂവ് ചെയ്യാത്തതായിട്ടുള്ളൊരു തിയറി ഉണ്ട് എന്നാണ്. രസകരമായിട്ടുള്ള തിയറി ഗൂഗിളിലൊക്കെ ഉണ്ട്. അതായത് തേനീച്ച എന്ന് പറയുന്ന ഒരു സ്പീഷീസ് മാത്രം ഈ ലോകത്തിൽ നിന്നില്ലാതെയായാൽ, തേനീച്ച എന്ന് പറയുന്ന ഒരു സ്പീഷീസ് മാത്രം
ലോകത്തിൽ നിന്നില്ലാതെയായാൽ 1.5 വർഷം കൊണ്ട് ലോകം ഇല്ലാതാകുന്ന. വെറുതെ നെറ്റിൽ നോക്കിയാൽ മതി. ഐൻസ്റ്റീൻ പ്രൂവ് ചെയ്തിട്ടില്ല. കാര്യം തേനീച്ച ഉണ്ട്, ഭാഗ്യത്തിന് നമ്മളും ഉണ്ട് ഇവിടെ. ഇതെങ്ങാനും തേനീച്ച ഇല്ലാതായാൽ 1.5 വർഷം കൊണ്ട് ലോകം ഇല്ലാതെ ആയി പോകുന്ന. അതായത് അത്രയും ചെറിയ ഒരു സ്പീഷീസിന് പോലും ഈ ലോകത്തിൽ വലിയ തോതിലുള്ള മാറ്റങ്ങളെ കൊണ്ടുവരാൻ ബാധിക്കാൻ കഴിയുന്ന അത്രയും വലിയൊരു ഇതാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ആലോചിച്ചു. അപ്പോഴാണ് നമ്മൾ ഈ അഹങ്കരിക്കുന്നത്. എന്ത്, ഞാനാണ് ഇവിടെ അധികാരി, എല്ലാവർക്കും മേലായി എന്നല്ല അധികരിക്കുന്നത് നമ്മളാ. ആണോ? അല്ല, അഹങ്കരിച്ചുകൊണ്ടിരിക്കുക നമ്മള്. വേറെ ചില ഫിലോസഫികളില്, വേറെ ചില ഗ്രന്ഥങ്ങളിലെല്ലാം പറയുന്നത് പോലെ എനിക്കായിട്ട് അല്ലെങ്കിൽ മനുഷ്യനായിട്ട് ഈശ്വരൻ ലോകത്തിനെ, അങ്ങനെ അല്ല. അത് വളരെ തെറ്റായിട്ടുള്ളൊരു ഫിലോസഫി. പിന്നെയോ നമ്മളും ഇതിന്റെ ഭാഗം മാത്രമാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. എന്നാ ഇത് മനസ്സിലാക്കി നമ്മൾ ജീവിക്കുമ്പോ നമ്മള് ഭൂതഋണം വീട്ടി ഭൂതയജ്ഞം ചെയ്യുകയാണ്. ആഹാരം കഴിക്കുന്നതിന് മുമ്പ് കുറച്ച് നമ്മൾ പുറത്തുള്ള കാര്യങ്ങൾക്ക് കൊടുക്കുന്നതൊക്കെ ഒരു രീതിയൊക്കെ ഉണ്ടേ. മനസ്സിലായില്ലേ? കാക്കയ്ക്ക് കൊടുക്കുക, പൂച്ചയ്ക്ക് കൊടുക്കുക, അതെല്ലാം പറഞ്ഞിട്ട് പിള്ളേരെ പഠിപ്പിക്കാൻ വേണ്ടി മാത്രമല്ല. ഇനിയോ 4-മത്തത് പറയാ മനുഷ്യയജ്ഞം, നൃയജ്ഞം എന്നാണ്. ഇത് മനുഷ്യഋണം വീട്ടാൻ വേണ്ടിയിട്ടാണ്. എന്താ മനുഷ്യഋണം? ഞാനിവിടെ സന്തോഷത്തോടെ ജീവിക്കുന്നുണ്ടെങ്കിൽ ഈ സമൂഹം എന്നെ സഹായിക്കുന്നുണ്ട്, സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഞാൻ എന്ത് ചെയ്യണം? തിരിച്ചു കൊടുക്കണം. അതിന് സാധാരണ പറയാ അതിഥി സേവ ചെയ്യണം എന്നൊക്കെയാണ്. ആചാര്യ ദേവോഭവ, അതിഥി ദേവോഭവ എന്നല്ല നമ്മള് ഉപനിഷത്തിൽ കാണില്ലേ? അത് ഇതിന്റെ ഭാഗമാണ്. ദേവപിതൃകാര്യാഭ്യാം ന പ്രമതിതവ്യം, അങ്ങനെ പറഞ്ഞു വരിക. മാതൃദേവോഭവ, പിതൃദേവോഭവ, ആചാര്യദേവോഭവ, അതിഥിദേവോഭവ. സ്വാധ്യായ പ്രവചനാഭ്യാം ന പ്രമതിതവ്യം. അത് അടുത്ത ഋണം വീട്ടാനുള്ള കാര്യം. ഇവിടെ അതിഥി സേവ ചെയ്യണം എന്നാണ്. എന്ത്? മനുഷ്യഋണം വീട്ടാൻ വേണ്ടിയിട്ട് അതിഥി സേവ. അതായത് അതിഥി എന്ന് പറഞ്ഞാൽ തിഥി നോക്കാതെ വരുന്ന ആള്, നേരത്തെ പറഞ്ഞിട്ട് വരാത്ത ആള് ആരെങ്കിലും നമ്മുടെ എന്തെങ്കിലും ഒരു സഹായത്തിന് വന്നു കഴിഞ്ഞാൽ നമ്മൾ സപ്പോർട്ട് ചെയ്യണം, കൊടുക്കണം എന്നുള്ളതാണ്. ആലോചിച്ചു. അതിഥി സേവ. അത് സേവ മാത്രമല്ല കേട്ടോ, നമുക്ക് കഴിയുന്ന രീതിയിൽ നമ്മള് ബാക്കിയുള്ളവരെ സഹായിക്കാനുള്ള ഒരു മനസ്ഥിതി ഉണ്ടാക്കിയെടുക്കണം. മനസ്ഥിതി മാത്രം പോരാ, നമ്മൾ സഹായിക്കുകയും വേണം. ഓക്കെ. ഇനിയോ 5-മത്തത് ബ്രഹ്മയജ്ഞം. അതായത് ഋഷിഋണം വീട്ടാൻ വേണ്ടിയിട്ട് ബ്രഹ്മയജ്ഞം. എന്താ ഋഷിഋണം എന്ന് പറഞ്ഞാല്? ഋഷിഋണം എന്ന് പറഞ്ഞാല് എനിക്ക് ഇവിടുന്ന് ശാസ്ത്രത്തിനെ ഭഗവാൻ നൽകിയിട്ടുണ്ടല്ലേ, ആചാര്യന്മാര് നൽകിയിട്ടുണ്ട്, ഗുരുക്കന്മാര് തന്നിട്ടുണ്ട്. ഇതിനെ പഠിക്കുകയും അടുത്ത തലമുറയിലേക്ക് ബാക്കിയുള്ളവരിലേക്ക് പറഞ്ഞു കൊടുക്കുകയും ചെയ്യുക എന്നുള്ളതാണ് എന്റെ ഉത്തരവാദിത്വം. സ്വാധ്യായ പ്രവചനാഭ്യാം ന പ്രമതിതവ്യം. സ്വാധ്യായവും പ്രവചനവും എന്റെ കർത്തവ്യമാണ് എന്ന് ഞാൻ മനസ്സിലാക്കണം. അത് വീട്ടുമ്പോ ഋഷിഋണം വീട്ടും, ബ്രഹ്മയജ്ഞം ചെയ്യും. സത്യത്തിൽ നമ്മളിത് ആലോചിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഈ 5 കാര്യങ്ങളും കൂടെ ഒരുമിച്ച് വരുമ്പോഴാണ് സേവനമാകുക. സത്യത്തിൽ നമ്മൾ സേവനം എന്ന് പറഞ്ഞാൽ സാധാരണ എന്താ പറയാ, ഭൂതയജ്ഞം ചെയ്യുന്നത് മാത്രമായിരിക്കും. ചിലപ്പം മനുഷ്യയജ്ഞം ചെയ്യുന്നത് മാത്രം ചെയ്യുന്നതിനെയാണ് നമ്മൾ സേവനം എന്ന് പറയാം. അല്ലല്ല, ഭാരതീയ ഒരു വിചാരധാരയില് നമ്മുടെ ഒരു കൺസെപ്റ്റില് സേവനം എന്ന് പറയുന്നത് എന്താണ്? ഈ 5 കാര്യം കൂടെ ചേരും. ഇപ്പോഴാണ് അതൊരു ഹോളിസ്റ്റിക് ആയിട്ട് മാറുക എന്നാണ്. 5 കാര്യങ്ങൾ. ഈ 5 കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്ന സമയത്ത് നമ്മൾ പോലും അറിയാതെ നമ്മൾ സമൂഹത്തിന്റെ ഭാഗമായി മാറുന്നുണ്ട്. നമ്മൾ പോലും അറിയാതെ നമ്മൾ സമൂഹത്തിന്റെ ഭാഗമായിട്ട് മാറുന്നുണ്ട്. അപ്പൊ നമ്മളെ കൊണ്ട് സമൂഹത്തിലേക്ക് ഒരു പോസിറ്റീവ് കോൺട്രിബ്യൂട്ടർ ആക്കുക എന്നുള്ളതാണ് ആചാര്യന്മാര് ഇത് നമ്മുടെ കർത്തവ്യങ്ങളാക്കി നൽകിയതിൽ കൂടെ മുന്നിലോട്ട് വെക്കുന്ന കാര്യം. പണ്ടൊരു കഥ കേട്ടിട്ടില്ലേ?
എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടൊരു കഥയായിരുന്നു ഇതിൻ്റെ അകത്തുള്ള. എന്താ, ഐതിഹ്യമാലയ്ക്കകത്തുള്ള ഒരു കഥയാണ്. ഐതിഹ്യമാലയ്ക്കകത്തുള്ള കഥ എന്താ അത്? അത് ഏതോ ഒരാൾക്ക് എന്താണ്ട് ഒരു അസുഖം വന്ന സമയത്ത് ആലത്തൂർ നമ്പിയോ അങ്ങനെ കുട്ടഞ്ചേരി മൂസോ അങ്ങനത്തെ ഏതോ ഒരു വലിയ വൈദ്യൻ്റെ അടുക്കൽ ചെന്നപ്പോൾ അയാൾ നോക്കിയിട്ട് പറഞ്ഞു, ഇതിൻ്റെ ഒരൊറ്റ മാർഗ്ഗമേ ഉള്ളൂ. എന്താണ്? ഇത്രയും കണക്കിലുള്ള പെരുമ്പാമ്പിന്റെ നെയ്യ് സേവിക്കണം. ഇതാണ് ഇതിന്റെ ചികിത്സ. അത് മാത്രമേ ഉള്ളൂ ചികിത്സ എന്നാ. ഉടനെ ഇയാള് നമ്പൂരിയാണ്. നമ്പൂരിക്ക് എങ്ങനെ പെരുമ്പാമ്പിന്റെ നെയ്യ് കഴിക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞിട്ട് ഇയാൾ പോകും. അപ്പൊ ആരോ പറഞ്ഞു, ഇന്ന സ്ഥലത്ത് അച്ചൻകോവിൽ ഭഗവാനുണ്ട്, അച്ചൻകോവിൽ അവിടെ കണ്ടാണ്, അവിടെ പോയി ഭജന ഇരുന്നാൽ മതി, ഭഗവാൻ എല്ലാ അസുഖം മാറ്റിക്കോളും. ഇയാൾ അവിടെ പോയി 41 ദിവസം ഭജന ഇരിക്കാൻ വേണ്ടി പ്ലാനിട്ട് അവിടെ ചെല്ലുമ്പോൾ തന്നെ ആദ്യത്തെ ദിവസം തന്നെ ഭഗവാൻ ഇയാളുടെ സ്വപ്നത്തിൽ വന്നിട്ട് പറയും, ഇത് നീ ഭജനയോടൊപ്പം നീ ചെയ്യേണ്ട കാര്യം എന്താണ്? എല്ലാ ദിവസവും ഈ ക്ഷേത്രത്തിന്റെ ഇന്ന സ്ഥലത്ത് ഇവിടെ കൊണ്ടൊരു ആറ് ഒഴുകുന്നുണ്ട്, ആറിന്റെ അവിടെ ഇങ്ങനെ ഒരു കടവുണ്ട്, ആ കടവിന്റെ അവിടെ പോയി നിന്നിട്ട് നീ എന്ത് ചെയ്യണം? 3 കവിള് വെള്ളം കുടിക്കണം. ഇതിന്റെ ഒരു ചികിത്സയുടെ ഭാഗമാണ്. ഭഗവാൻ സ്വപ്നത്തിൽ കൊടുത്തു. ഇത് സ്വപ്നത്തിൽ ഇങ്ങനെ വന്നത് കാരണം ഇദ്ദേഹം എന്ത് ചെയ്തു? അവിടെ പോയി കുളിച്ചതിന് ശേഷം അവിടുന്ന് 3 കവിള് വെള്ളം കുടിക്കുകയും ചെയ്തു എന്നാണ്. 41 ദിവസം കൊണ്ട് ഇദ്ദേഹത്തിന്റെ ഈ അസുഖങ്ങളൊക്കെ മാറിയെന്നാണ്. ഇദ്ദേഹത്തിന് ഭയങ്കര സന്തോഷമായി. ഭഗവാൻ എന്നെ അനുഗ്രഹിച്ചു എന്ന് പറഞ്ഞ് നേരെ ഇത്തിരി ഒരു അഹങ്കാരവും പുച്ഛത്തോടെല്ലാം കൂടിയാണ് മറ്റേ വൈദ്യന്റെ അടുക്ക പോയി. വൈദ്യന് ഭയങ്കര അത്ഭുതവും, ഭഗവാന്റെ കൃപ വളരെ നന്നായി. പക്ഷെ എങ്കിലും ഇങ്ങനെ വെള്ളം കുടിച്ചു എന്ന് പറഞ്ഞില്ല, എനിക്ക് എവിടെ നിന്നാണെന്ന് അറിയണം എന്ന് വിചാരിച്ചിട്ട് വൈദ്യൻ ഇയാളെ വിളിച്ചുകൊണ്ട് അവിടെ പോയി. ഇത് ഈ സ്ഥലത്തു നിന്നാണ് മനസ്സിലാക്കി. വൈദ്യൻ അവിടുന്ന് കുറച്ചും കൂടെ മേളിലോട്ടൊക്കെ കയറി ഇങ്ങനെ ആ കാടിന്റെ സൈഡിൽ കൂടെ എല്ലാം പോയി നോക്കിയപ്പോഴാണ് അവിടെ ഒരു പെരുമ്പാമ്പ്, വലിയൊരു പെരുമ്പാമ്പ് ചത്ത് ചീഞ്ഞളിഞ്ഞ് കിടപ്പുണ്ട്. സത്യത്തില് ഇയാൾ ഈ കുടിക്കുന്ന ഇതെന്ന് പറയാ ചീഞ്ഞ നെയ്യാണ് ഇതാ. ഓക്കെ, മറ്റേ ആള് നേരിട്ട് പറഞ്ഞു, എന്ത് പറഞ്ഞു? പെരുമ്പാമ്പ് നെയ്യ് കുടിക്കണമെന്ന്. ഭഗവാൻ എന്ത് ചെയ്തു? പെരുമ്പാമ്പിൻ നെയ്യ് കുടിപ്പിക്കാൻ വേണ്ടിയിട്ട് വെള്ളം കുടിപ്പിച്ചു എന്നാ. നമ്മൾക്ക് ചില ആൾക്കാർ പറയും നീ സമൂഹത്തിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുമെന്ന് പറയും. നമുക്കത് പറ്റത്തില്ല. പക്ഷെ ആചാര്യന്മാർ എന്ത് ചെയ്തു? വളരെ ഗംഭീരമായിട്ട് നമ്മുടെ 5 ഡ്യൂട്ടീസ് ആയിട്ട് ഞാൻ സമൂഹത്തിൽ ഒരു പോസിറ്റീവ് കോൺട്രിബ്യൂട്ടർ ആകാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മളെ കൊണ്ട് ചെയ്യിപ്പിച്ചു. നമ്മൾ പോലും അറിയാം, നമ്മൾ ഈ ഡ്യൂട്ടി പ്രാവർത്തികമാക്കുകയാണെങ്കിൽ നമ്മൾ പോലും അറിയാതെ നമ്മൾ സമൂഹത്തിന്റെ കോൺട്രിബ്യൂട്ടറായിട്ട് മാറും. നമ്മൾ ഓരോരുത്തരും സമൂഹത്തില് ഒരു പോസിറ്റീവ് കോൺട്രിബ്യൂട്ടർ ആവണം. കാര്യം മനുഷ്യൻ ഒരു സാമൂഹിക ജീവിയാണ്. ചിന്യാമിഷന്റെ പ്ലഡ്ജ് ഉണ്ട്, പ്രതിജ്ഞ. അതിൽ പറയും, അനുഭവിക്കുന്നതിൽ കൂടുതൽ ഉൽപ്പാദിപ്പിച്ചു, എടുക്കുന്നതിലധികം കൊടുത്തു. ഇത് നമ്മുടെ ജീവിത വ്രതമാക്കേണ്ട കാര്യമാണ്. അനുഭവിക്കുന്നതിൽ കൂടുതൽ ഞാൻ ഉൽപ്പാദിപ്പിക്കണം, എടുക്കുന്നതിലധികം ഞാൻ കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം. ത്യാഗവും സേവനവും കൊണ്ട് ഉത്കൃഷ്ടമായ ഒരു ജീവിതം സത്യനിഷ്ഠയോടെ നാം നയിക്കുന്നു എന്നാണ് ആ പ്രതിജ്ഞയുടെ ബാക്കി. പക്ഷെ അനുഭവിക്കുന്നതിൽ കൂടുതൽ ഉൽപ്പാദിപ്പിച്ചും എടുക്കുന്നതിലധികം കൊടുത്തും എന്നുള്ളത് നമ്മുടെ ഒരു പ്രധാനപ്പെട്ട പോയിന്റ് ആയിട്ട് മസ്റ്റാണ്. അപ്പം ഈ ഭാവനയോടുകൂടി, യജ്ഞഭാവനയോടുകൂടി, അതല്ലെങ്കിലോ നമ്മൾ ഈ 5 യജ്ഞങ്ങളെ പറ്റി പറഞ്ഞില്ലേ? ദേവയജ്ഞം, പിതൃയജ്ഞം, ഭൂതയജ്ഞം, മനുഷ്യയജ്ഞം, ബ്രഹ്മയജ്ഞം എന്ന് പറഞ്ഞ 5 യജ്ഞം. ഈ 5 യജ്ഞങ്ങളില് 4 യജ്ഞങ്ങളെ പറ്റി നമുക്ക് കൃത്യമായിട്ടൊരു ധാരണയുണ്ട്. എന്താണ്? പിതൃക്കൾ ചെയ്തതിന്റെ ഗുണം ഞാൻ ഏൽക്കുന്നുണ്ട്, അതുകൊണ്ട് എനിക്ക് എന്തെങ്കിലും തിരിച്ചു ചെയ്യണം. ജീവജാലങ്ങൾ ചെയ്യുന്നതിന്റെ ഗുണം ഞാൻ ഏൽക്കുന്നുണ്ട്, അതുകൊണ്ട് അവർക്ക് എന്തെങ്കിലും തിരിച്ചു ചെയ്യണം. മനുഷ്യന്മാർ ചെയ്യുന്ന ഗുണം ഞാൻ ഏൽക്കുന്നുണ്ട്, അതുകൊണ്ട് സമൂഹത്തിന് ഞാൻ എന്തെങ്കിലും കൊടുക്കണം. ആചാര്യന്മാർ ചെയ്തതിന്റെ ഫലം ഞാൻ അനുഭവിക്കുന്നുണ്ട്, അതുകൊണ്ട് അവർക്ക് എന്തെങ്കിലും കൊടുക്കണം. ഈ 5 കാര്യങ്ങൾ കൃത്യമാണ്, നമുക്ക് മനസ്സിലാവും. പക്ഷേ ഈ ദേവയജ്ഞത്തിനെ പറ്റി വലിയ ധാരണയില്ല. അതുകൊണ്ട് അടുത്ത 2-3 ശ്ലോകത്തിൽ ഞാൻ എങ്ങനെ സമൂഹത്തിലേക്ക് ഇടപെടണം എന്ന് പറയുന്നത് ദേവയജ്ഞം അനുഷ്ഠിക്കണം എന്നുള്ള കാര്യം പറഞ്ഞുകൊണ്ടാണ്. മനസ്സിലായില്ലേ? അതിനാരാ? പ്രജാപതി ബ്രഹ്മദേവൻ പണ്ടേ പറഞ്ഞിട്ടുണ്ടെന്നാണ്. എന്ത്? നമ്മളെ ഓരോരുത്തരെയും യജ്ഞഭാവനാസഹിതരായിട്ടാണ് മനുഷ്യനെ സൃഷ്ടിച്ചിരിക്കുന്നതെന്നാണ്. നമ്മളെ എല്ലാരെയും ഈ യജ്ഞഭാവനാസഹിതരായിട്ടാണ് സൃഷ്ടിച്ചിരിക്കുക.
എന്നിട്ട് അദ്ദേഹം നമ്മളോട് ഉപദേശിച്ചു എന്നാണ്, നമ്മളെല്ലാവരും ഈ യജ്ഞഭാവന കൊണ്ട്, ഈ പരസ്പര സഹകരണം കൊണ്ട് നമ്മൾ ഓരോരുത്തരും അഭിവൃദ്ധിപ്പെടുക. നമുക്ക് എന്താണോ വേണ്ടത് അതിനെ ഈ യജ്ഞം നൽകും എന്നാണ്. നമ്മൾ അങ്ങനെ സഹവർത്തിത്വത്തിൽ കൂടാണോ ജീവിക്കുന്നത്? ഞാനും എൻ്റെ ആളും 40 പേര് ഞങ്ങൾ നമ്മൾ ഓരോരുത്തരും ഈ കൊടുത്തും കൊണ്ടും വേണം ജീവിക്കാൻ. അങ്ങനെ വേണം എന്നാണ്. മനസ്സിലായില്ലേ? സഹയജ്ഞ പ്രജാ സൃഷ്ട പുരോവാച പ്രജാപതി അനേന പ്രസവിദ്വിഷ്വം യേശവോത്വിഷ്ട കാമത്. നിനക്ക് ഈ യജ്ഞം എന്തിനെ നൽകും? വേണ്ട കാമധേനുവായി വർത്തിക്കുന്നു. ഇത് പറയുമ്പോൾ സാധാരണ സ്ഥിരം പറയുന്ന ഒരു ഉദാഹരണമുണ്ട്. എൻ്റെ ഒരു കൂട്ടുകാരന് ഒരു 5-8 വർഷം മുമ്പാണ് കല്യാണത്തിന് പോയ കഥയാണ്. ഞാൻ എൻ്റെ കൂട്ടുകാരൻ്റെ കല്യാണത്തിന് പോയപ്പോൾ അവിടെ കരുനാഗപ്പള്ളി എന്ന് പറഞ്ഞൊരു സ്ഥലമാണ്. അവിടെ നിങ്ങൾ അങ്ങോട്ട് കയറി ചെല്ലുമ്പോൾ തന്നെ അവിടെ ഒരാളിരുന്ന് കല്യാണത്തിന്റെ അവിടെ ഓഡിറ്റോറിയത്തിന്റെ വാതിക്കൽ ഒരാളിരുന്ന് എഴുതുന്നുണ്ടായിരിക്കും. കാരണം എന്താ എഴുതുന്നത്? നമ്മൾ കൊണ്ട് കൊടുക്കുന്ന പൈസ എല്ലാം എഴുതി സുധീർ ചൈതന്യ 550 രൂപ എന്ന് പറഞ്ഞ് എഴുതി വെക്കും. ഇത് ഈ വീട്ടുകാർക്ക് കൊടുക്കും. ഇത് ഈ ഇരുന്ന് എഴുതുന്ന ആള് ആ നാട്ടിലുള്ള ഒരാളല്ല, അത് ഈ വീട്ടുകാരനൊന്നുമില്ല. ഇതെല്ലാം കഴിയുമ്പോഴത്തേക്ക് എന്താണ്, ഈ എൻ്റെ വീട്ടിലൊരു കല്യാണം ഉണ്ടാകുന്ന സമയത്ത് ഈ വീട്ടുകാരെ കൊണ്ടുവന്നിട്ട് അന്നത്തെ ബുക്ക് എടുത്ത് നോക്കിയിട്ട് ഇത്ര രൂപയാണ് തന്നെന്ന് പറഞ്ഞിട്ട് അത് കൊണ്ട് തരും. ബേസിക്കലി അവിടെ നടക്കുന്നത് എന്താണെന്ന് വെച്ചാൽ പൈസ റോൾ ചെയ്യുകയാണ്. പൈസ റോൾ ചെയ്യുന്ന മാത്രമേ ഉള്ളൂ. കൊടുക്കുന്ന അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരിച്ചും കൊടുക്കുന്നുണ്ട്. അപ്പോൾ പക്ഷെ അങ്ങനെ റോൾ ചെയ്യുന്ന സമയത്ത് നാട്ടുകാരെല്ലാവരും കൂടാണ് സത്യത്തിൽ ഈ കല്യാണം നടത്തുന്നത്. ആർക്കും ഒരു ബാധ്യത ഇല്ലാതെ വരികയും ചെയ്യും. ആലോചിച്ചു, എത്ര നല്ല സമത്വ സുന്ദരമായ കേരളം നല്ല പറയത്തില്ലേ? അതാണ് ഞാനിത് നേരിട്ട് കണ്ടിട്ടുള്ളതാണ് ഈ പറയുന്നത്. ആലോചിച്ചു, അതായത് ഒരാളിൽ മാത്രമായിട്ട് പ്രശ്നം ഉണ്ടാകും, പിന്നെയോ സമൂഹം ആ പൈസ റോൾ ചെയ്ത് കൊടുക്കും. അത് കഴിഞ്ഞിട്ട് ഓരോരുത്തരുടെ വീട്ടിൽ പരിപാടി വരുമ്പോഴോ നമ്മളത് അങ്ങോട്ട് കൊടുക്കും. അപ്പൊ ബേസിക്കലി ആരെങ്കിലും കൊടുത്ത ബാലൻസ് ഷീറ്റ് എപ്പോഴും പൂജ്യമായിട്ട് തന്നെ ഇരിക്കും. എന്നാൽ അവിടെ നടക്കേണ്ട കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടോ? നടക്കുന്നുണ്ട്. മനസ്സിലായില്ലേ? ഈ ഒരു രീതിയിലാണ് നമ്മളെ സൃഷ്ടിച്ചത്. കൊടുത്ത് സ്വീകരിച്ച് ഷെയർ ചെയ്ത് ജീവിക്കുന്ന രീതിയിൽ, ആ മോഡിലാണ് നമ്മളെ സൃഷ്ടിച്ചിരിക്കുന്നത്. അങ്ങനെ ജീവിക്കുന്ന ആളുകൾക്ക് കിട്ടേണ്ടതിനെ എല്ലാം ഈ ഒരു രീതി, ഈ ഒരു ഭാവന, യജ്ഞഭാവന നൽകുന്ന, നമ്മൾ യജ്ഞഭാവന സഹിതരായിട്ട് സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത്. നമ്മൾ ഈ യജ്ഞത്തിനെ കൊണ്ട് നമ്മൾ എങ്ങനെ ജീവിക്കണം? കൊടുത്തും കൊണ്ടും നമ്മൾ ജീവിക്കണം. സമൂഹത്തിലോട് ഇടപെട്ട് നമ്മൾ ജീവിക്കണം. അങ്ങനെ ജീവിച്ചാൽ ഈ യജ്ഞം നമുക്ക് വേണ്ടതായിട്ടുള്ള എല്ലാം ചെയ്യും. നമുക്ക് വേണ്ടതെല്ലാം ഈ യജ്ഞം നൽകും എന്നാണ്. ഓക്കെ, നമ്മൾ ഈ രീതിയിൽ ജീവിക്കണം. അപ്പം കർമ്മയോഗം എൻ്റെ സ്വാർത്ഥത ഇല്ലാതാക്കാൻ വേണ്ടി ഈശ്വരാർപ്പണ ബുദ്ധി, പ്രസാദ ബുദ്ധിയെ പറ്റിയൊക്കെ കണ്ടുവെങ്കിലും അതെങ്ങനെ എനിക്ക് പ്രാക്ടിക്കലി ആപ്ലിക്കബിൾ ആയിട്ട് ചെയ്യാൻ പറ്റുള്ളൂ? ഞാൻ എന്നെ സമൂഹത്തിന് വേണ്ടിയിട്ട് അവൈലബിൾ ആക്കിയിട്ട് സമൂഹത്തിന്റെ ഭാഗമായിട്ട് ജീവിക്കുന്ന സമയത്ത് അത് നടക്കും. എങ്ങനെ എൻ്റെ സ്വാർത്ഥത ഇല്ലാതെയാകൂ? ഞാൻ സമൂഹത്തിന്റെ ഭാഗമായിട്ട് ജീവിക്കണം. അപ്പൊ മാത്രമേ പറ്റുള്ളൂ. ഓക്കെ, ശരി. എന്നിട്ടോ ഇത് ബാക്കിയുള്ളത് എന്താണ് നമ്മൾ ഇനി അടുത്ത ക്ലാസ്സിൽ കാണാം. അടുത്ത ക്ലാസ് കാണാൻ പറയാം. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം. ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം.